ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്തെ മുഖംമൂടി കാണാൻ സാധിക്കും. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം. പ്രതീക്ഷയോടെ മുന്നേറാനുള്ളതാണ് ജീവിതം. യാത്ര തുടരാം നല്ല ചിന്തകളോടെ, കരുത്തുറ്റ മനസ്സോടെ. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ഉപാധികൾ വെച്ചുള്ള ഒരു ബന്ധവും ഒരു കാലത്തിനപ്പുറം നിലനിൽക്കില്ല. നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നിടത്ത് ആയുസ്സുണ്ടാകും. അവിടെ ഒന്നും പങ്കിട്ടു പോകുകയുമില്ല. അതിൻ്റെ പേരിൽ പരാതി പറയേണ്ടി വരികയുമില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശിക്കുകയോ വേണ്ടതില്ല. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ശത്രുക്കൾ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറഞ്ഞാൽ മതിയാകും. അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും ശത്രുക്കൾ ഇഷ്ടംപോലെ ലഭിക്കും. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതോടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം അത് സാഹചര്യങ്ങൾ മാറുമ്പോൾ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതോടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം അത് അവസാനം വരെ നിലനിൽക്കും. നീ നിനക്കു വേണ്ടി ജീവിക്കുക. തോൽവികളിൽ തളരാതെ മുന്നോട്ടു പോവുക. കാരണം നീ എന്താണെന്ന് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ സാധിക്കും. നല്ല വ്യക്തിക്ക് നല്ല സമയം കൊണ്ടുവരാൻ കഴിയും. നല്ല സമയത്തിന് നല്ല വ്യക്തിയെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് നല്ല സമയത്തെക്കാൾ നല്ല വ്യക്തിയുമായി ബന്ധം പുലർത്തുക. മറ്റെല്ലാവരും നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയിൽ വിശ്വസിക്കുമ്പോൾ കണ്ണുകളിലെ വേദന കാണുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തപ്പോൾ പോലും നിങ്ങളോട് അവർ സത്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി ശക്തനാണ്. വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയം തകർക്കാൻ. എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സുമടുത്ത് പിന്മാറരുത്. പോരാടിക്കൊണ്ടേയിരിക്കുക. കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്. ഒന്നിനും അതിരു കടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത്. കപടമായ സൗഹൃദം അങ്ങനെയാണ്. ആവശ്യമുള്ളപ്പോൾ അടുപ്പം കാണിക്കും. അതു കഴിഞ്ഞാൽ കണ്ട പരിചയം പോലും ഉണ്ടാവില്ല. ഓരോ തവണ കാണുമ്പോഴും എത്ര വ്യത്യസ്തമായാണ് നമ്മളെ മറ്റൊരാൾ കാണുന്നതെന്നും വായിച്ചെടുക്കുന്നതെന്നും ഇടയ്ക്കിടെ അർത്ഥം മാറിപ്പോകാവുന്ന പുസ്തകമാണ് ഓരോ മനുഷ്യനും. പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതത്തിൽ അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ പിന്നീട് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവർക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ടാവണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.